യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചൻ്റെ മുകളിലായി. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10 ദിവസമൊക്കെ ആയി തോന്നുന്നുണ്ട്. സോ ഐ എം ക്വിറ്റിങ് യൂട്യൂബ്. അത് എന്നെ കൊണ്ട് പറ്റണില്ല. ഭയങ്കര പണിയുണ്ട്. ഈ ഒരു എല്ലാ ദിവസവും വീഡിയോ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, പഠിക്കുക, എന്നിട്ട് ഷൂട്ട് ചെയ്യുക. രാവിലെ നേരത്തെ എണീറ്റിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാസിൽ. അത്യാവശ്യം നല്ല വർക്കുണ്ട്. അപ്പോൾ എനിക്ക് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബ് ഒരു ഓവർ ബേർഡനായി തോന്നുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ബ്രോക്കായി. അതെന്താണ് കാരണം, എന്തുകൊണ്ടാണ് ബ്രോക്കായതെന്നുള്ളത് നമ്മൾ അടുത്ത വരും മാസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സംഭവങ്ങളിൽ വർക്ക് ചെയ്യായിരുന്നു, കുറച്ച് യൂട്യൂബ് അല്ലാതെ കുറച്ച് സംഭവങ്ങളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, തൽക്കാലം കുറച്ച് കാലം എന്ത് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് റെസ്റ്റ് എടുക്കാം, നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഫോക്കസ് ചെയ്തു. അപ്പോൾ അതൊരു സൈഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന മാസങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് അടി കിട്ടുട്ടോ. ഇങ്ങോട്ട് കയറിക്കാം, ഡോളി വാ, ഡോളി ഇങ്ങോട്ട് കയറിക്കാം, ഇങ്ങോട്ട് വാ. അല്ലാഹു അക്ബർ. എന്താണ് എൻ്റെ പരിപാടി? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് ഞാൻ പറഞ്ഞുതരാം, റിവീൽ ചെയ്തുതരാം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കൺസിസ്റ്റൻസി ഒരു അടിപൊളി സാധനം കേട്ടോ. അതായത് എൻ്റെ വർക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ കഴിഞ്ഞേക്കണ്. പിന്നെയും എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളിങ്ങനെ ആ ഒരു റൂട്ടീനിൽ എന്നും ഇങ്ങനെ അടി കിട്ടുന്നുള്ളേ. പോയിക്കാ 1 മിനിറ്റ്. നമ്മളിങ്ങനെ ആ റൂട്ടീനിൽ ഇങ്ങനെ പോകുമ്പോൾ, എല്ലാ ദിവസവും കറക്റ്റ് ഒരു ടൈമിങ്ങിൽ ഇങ്ങനെ പോകുമ്പോൾ, കൺസിസ്റ്റൻ്റായി പോകുമ്പോൾ അത് വലിയൊരു വർക്കായി തോന്നിയിട്ടില്ലേനും. ഞാൻ ഓട്ടോമാറ്റിക്കലി നേരത്തെ എണീക്കുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നു, സംഭവങ്ങളൊക്കെ ഒരു 4 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇങ്ങനത്തെ പണികളൊക്കെ കഴിയും. പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. പക്ഷേ ആ ഒരു കുറച്ച് ദിവസം ഞാനൊരു മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താണ്ട് പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ, ഞാനിപ്പോൾ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു. ഇന്നലെ എനിക്ക് പറ്റണില്ല, കുറച്ച് പണി. അതേപോലെ ഇന്ന് വലിയൊരു ലോങ് വീഡിയോ അല്ല, ഇതൊരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ ഈ 2 മിനിറ്റ് റൂളൊക്കെ ഉണ്ടല്ലോ, അതേക്കെ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യല്ലോ, അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കാര്യമായിട്ട് റിസർച്ച് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് അപ്പ്, ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ, അതാണ് ഒരു വലിയ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ അത്യാവശ്യം പണിയായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാത്തിലും. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും കുറേ കാലം നമ്മൾ പോകുമ്പോൾ നമുക്കറിയില്ല ഇത് ഇത്ര പണി ഉണ്ടോ എന്നുള്ളത്. പിന്നെ കുറേ ഒരു ബ്രേക്ക്, 10 ദിവസമോ ഒരു മാസമൊക്കെ ബ്രേക്ക് വന്നാൽ പിന്നെ പോകുമ്പോഴാണ് നമ്മളെ ഹാബിറ്റിൻ്റെ ആ ഒരു റൂട്ടീനിൽ അത് പോയതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് എത്രത്തോളം എനർജി എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. എനിക്കും യൂട്യൂബിൽ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം അതാണ്. അപ്പോൾ അതെനിക്ക് വിടാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റായി പോകാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പ്ലാനുകളുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ വരുമോയെന്നറിയില്ല, വരികയാണെങ്കിൽ നമ്മൾ അനുസരിച്ച് പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. യൂട്യൂബ് ക്വിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി അടിപൊളി വീഡിയോസായിട്ട് കാണാം, നെക്സ്റ്റ് ഡേയ്സിലൊക്കെ കാണാം. സി യു. പന്നോളി, എന്താണ് എൻ്റെ പ്രശ്നം? എന്താ പ്രശ്നം? നിന്നിട്ടോ എന്റെ റബ്ബേ. അപ്പോൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ യൂട്യൂബ് ക്വിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഒരു ബ്രേക്ക് എടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ഇപ്പോൾ ബാക്കിൽ എൻ്റെ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിന് വീഡിയോക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ വേഗം നിർത്തട്ടെ, കുറച്ച് സീനാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ, അടിപൊളി വീഡിയോസിൽ ഫ്യൂച്ചറിൽ കാണാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.